ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അരിപ്പൊടിയും കോഴിമുട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ നൂലപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകരം കറിവേപ്പില ചേർത്താലും മതി. മല്ലിയില ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഈ മുട്ടയും മാവും നമ്മൾ ചേർത്ത ഉള്ളിയും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുന്നത്. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ കുറേ വെള്ളം ഒഴിക്കരുത്. ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മളൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സവാള ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. ഇപ്പോൾ സമയമില്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വെച്ച് കഴിഞ്ഞാൽ സ്നാക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. സവാളയൊക്കെ നല്ല സോഫ്റ്റായി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു 10 മിനിറ്റോ ഒരു 5 മിനിറ്റോ വയ്ക്കുന്ന സമയത്ത് ഇതിൽ സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് കുറച്ചുകൂടി ഒന്ന് മാവ് ലൂസായി വരും. അങ്ങനെ വന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് അധികം വെള്ളം ചേർത്തിട്ട് കലക്കി വയ്ക്കരുത്. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം, മാവ് കുറച്ചൊരു ലൂസായിട്ടില്ലേ. അത് നമ്മുടെ സവാളയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ടാണ് അത് ലൂസാവുന്നത്. കുഴപ്പമില്ല. എന്നാലും നമുക്ക് കോരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്ന പരുവം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഉപയോഗിക്കാവുന്നതാണ്. നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് കുറച്ചായിട്ട് കോരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതൊരു ചെറിയ സ്പൂണിലാണ് കോരിയിടുന്നത്. നിങ്ങൾക്ക് വലിയ സ്പൂണിൽ കോരിയിട്ട് വലുതാക്കി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാം. അപ്പം നല്ല ചൂട് ചായക്കൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കുക്കിംഗ് ടൈമൊന്നും അധികം സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഒരു ഭാഗം ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അരിപ്പൊടിയും കോഴിമുട്ടയും ഉള്ളിയും പച്ചമുളകും എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധാരണ ചേരുവകളാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ഒരു 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുറം നല്ല ക്രിസ്പിയും ഉള്ളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം.